തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പുതിയ സൂപ്രണ്ട് ഡോക്ടർ സി.ജി. ജയചന്ദ്രനാണ് സൂപ്രണ്ടായി ചുമതലയേൽക്കുന്നത്. സൂപ്രണ്ടായിരുന്ന സുനിൽകുമാറിന്റെ അപേക്ഷ പരിഗണിച്ചാണ് സർക്കാരിന്റെ ഉത്തരവ്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, നേരത്തെ രാജ്യസന്നദ്ധത സുനിൽകുമാർ അറിയിച്ചിരുന്നല്ലോ, അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടാണോ പുതിയ സൂപ്രണ്ടിനെ തീരുമാനിച്ചത്? അതെ ദിവ്യ, അങ്ങനെ തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടുത്ത കാലത്തായിട്ട് ഒരുപാട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഡോക്ടർമാരുടെ തുറന്നു പറച്ചിലും ഉപകരണക്ഷാമവും അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള വാർത്തകളിൽ നിറഞ്ഞ വിവാദങ്ങളിൽ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞു പോകുന്നത്. അതിനിടയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടായിട്ട് 1.5 വർഷക്കാലമായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ന്യൂറോ വിഭാഗം ഡോക്ടറായിരുന്ന ഡോക്ടർ സുനിൽകുമാർ തന്നെ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പലിന് കത്ത് കൊടുത്തത്. ആ കത്തിന്മേലാണ് ഇപ്പോൾ സുനിൽകുമാറിന്റെ താല്പര്യം, അല്ലെങ്കിൽ സുനിൽകുമാറിന്റെ താല്പര്യം സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറണമെന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് പുതിയ സൂപ്രണ്ടിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് നിയമിച്ചിട്ടുള്ളത്. അനസ്തേഷ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള സി.ജി. ജയചന്ദ്രനാണ് ഇനിയിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പുതിയ സൂപ്രണ്ടായിട്ട് പ്രവർത്തിക്കുക. അദ്ദേഹം അനസ്തേഷ്യ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. നിലവിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹം അടുത്ത മെഡിക്കൽ കോളേജിന്റെ പുതിയ സൂപ്രണ്ടായിട്ട് വരുമെന്നുള്ള കാര്യം. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതുപ്രകാരമാണ് അല്പസമയം മുമ്പ് ഏതാണ്ട് 2 മണിക്കൂറുകൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെയും DMEയുടെയും പ്രിൻസിപ്പലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കൂടിയാലോചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. എന്തായാലും ഇന്നലെ വരെ താൻ ജോലിയിൽ തുടരുകയുള്ളൂ എന്നുള്ള സൂപ്രണ്ടായിട്ട് താൻ ജോലിയിൽ തുടരുകയുള്ളൂ എന്നുള്ള കാര്യം ഡോക്ടർ സുനിൽകുമാർ പ്രിൻസിപ്പലിനെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്ന അനസ്തേഷ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സി.ജി. ജയചന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പുതിയ സൂപ്രണ്ടായിട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിയമിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. അനസ്തേഷ്യ വിഭാഗം ഡോക്ടറാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് 1.5 വർഷത്തോളമായിട്ട് സുനിൽകുമാർ ന്യൂറോ വിഭാഗത്തിലെ സുനിൽകുമാർ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടായിരുന്നു. നിരവധി വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണ് അദ്ദേഹം സൂപ്രണ്ട് സ്ഥാനത്ത് മാറാൻ താല്പര്യം പ്രകടിപ്പിച്ചത് എന്നുള്ള വിവരങ്ങൾ കൂടി ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു.